പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ഒരു ഭൗതിക സാഹചര്യമുണ്ട്, ഭൗതിക സാഹചര്യം ഇല്ലാത്ത വിശ്വാസവുമുണ്ട്. ഈ വിശ്വാസം തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നാലും നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക സാഹചര്യമുള്ള ഒരു വിശ്വാസമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഇത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിന് ഇടയ്ക്ക് ചില സമയത്ത് ആത്മവിശ്വാസം കയറി വരും. വിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. എന്നിട്ട് ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡയല്യൂട്ടാക്കി കളയും. ഉദാഹരണത്തിന്, നീ ഒരു B2 എക്സാം എഴുതിയെന്ന് വിചാരിച്ചോ. അപ്പം നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്തല്ല എന്നുള്ള ആത്മവിശ്വാസം. നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് എഴുതി, നന്നായിട്ട് റീഡ് ചെയ്തു. അതുപോലെ എന്ത് വിഷയത്തിനായാലും എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിൽ ഒരു ഭൗതിക സാഹചര്യം ഉണ്ട്. ആ ഭൗതിക സാഹചര്യമാണ് നമുക്ക് ആത്മവിശ്വാസം തരണത്. ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡാമേജ് ആക്കും, ഉപദ്രവിക്കാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലക്ക് വിശ്വാസത്തിന് ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും.
കർത്താവ് പണ്ട് 10 ദിവസത്തിനോട് പറഞ്ഞില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഇല്ലേ? അപ്പോഴ് 10 ദിവസം പറഞ്ഞത് കർത്താവിൻ്റെ കമാൻഡായിരുന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചതാണെങ്കിലും 10 ദിവസം ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. എന്താ കാര്യം? ഭൗതിക സാഹചര്യമില്ല. ഈ പറഞ്ഞ ദൈവകൽപ്പന ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലൂക്ക 5:4. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു. അപ്പൊ ശിമയോന് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ആത്മവിശ്വാസം ഇല്ല. എന്താ കാര്യം? ആത്മവിശ്വാസത്തിന് പറ്റിയ ഭൗതിക സാഹചര്യമില്ല. അതുകൊണ്ടാണ് ശിമയോൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ മതി, ഇതാണ് സാധനം. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു മനാമസോടെ മടുപ്പാ ഭയങ്കര. ഇപ്പൊ ചിലർക്ക് പറയല്ലേ, പ്രാർത്ഥിക്കാൻ മടുപ്പെന്ന് പറയല്ലേ. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പുണ്ടല്ല. അതിന്റെ കാര്യം എന്താണ്? ഈ ഭൗതിക സാഹചര്യം. ഇപ്പം നിങ്ങൾ എഴുതിയ പരീക്ഷ ഫ്ലോപ്പാണെന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങളോട് അമ്മ പറയും, മോളെ പ്രാർത്ഥിക്കും മോളെ. പക്ഷെ നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യം നിങ്ങൾക്കെതിരാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത്. എന്താണ്? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? അതാണ് മടുപ്പ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ പ്രേയറിൽ മടുപ്പ് വരേണ്ട കാര്യമില്ല. ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും മടുപ്പ് വരേണ്ട കാര്യമില്ല. അത് ശമയോൻ, അത് ഈ ഉടമ്പടിയുടെ ഗ്രേറ്റ്നെസ് അതല്ലേ. അതുകൊണ്ട് ശമയോൻ പറഞ്ഞത് എന്താണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം മടുപ്പാണ്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പൊ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഭൗതിക സാഹചര്യത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള കറക്റ്റ് വിഷയങ്ങൾ, രണ്ടാമത്തത് എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ. അതാണ് 10 ദിവസം പറയണത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് കടലിൽ മീനില്ല, കിട്ടാൻ സാധ്യതയില്ല, മടുപ്പാണ്. പക്ഷെ മടുപ്പാണെങ്കിലും ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മവിശ്വാസം ഭൗതിക സാഹചര്യത്തിലല്ല, കർത്താവിൻ്റെ വചനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം വെച്ചാൽ, ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രഖ്യാപിത പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എപ്പോഴും മറന്നു പോകരുത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടത്. അതാണ്. അപ്പം കൃപയെന്നുള്ള സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. കൃപയെന്നും പറഞ്ഞ സംഭവം. അപ്പോൾ ഞങ്ങളെ ഉടമ്പടിയിൽ നിങ്ങളെ ട്യൂട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു അഡ്രസ്സ് ചെയ്യത്തില്ല. നിങ്ങളെന്ന് വെച്ചാൽ അമിതമായിട്ട് ആ ഭൗതിക സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഒരാളിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, 74 എന്നൊരു നമ്പർ മാതാവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ അയാളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനതൊക്കെ ഓർക്കണത്. അപ്പോഴേ ഇന്നിപ്പോൾ 8-ാം തീയതിയല്ലേ, ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ അയാൾ കയറിപ്പോയി. ഇന്നലെ ഏതാണപ്പം? മാതാവ് പറഞ്ഞ 7/4 ഏപ്രിൽ മാസം 4-ാം മാസം 7-ാം തീയതി. ഇന്നലെ അയാൾ കയറിപ്പോയി. അപ്പം അമ്മ പറഞ്ഞ 74 എന്ന് പറഞ്ഞാൽ അതാണത്. അപ്പം അതിന് അയാൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അയാളുടെ വീടോ സ്ഥലം എടുക്കുന്നതിന് അയാൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല. ശരിക്കും ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപ കൊടുത്തയാൾക്ക്. ആ സാക്ഷി. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ ചിലർ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവ അവിശ്വാസികളുടെ ഒരു രീതി അതാണ്.
അവർ വിശ്വസിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോഴേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടന്ന് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ കണ്ടായിരുന്നു. നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനസ്ഥാന സമയത്ത് പറയും, ഞാൻ സഭയോട് ജ്ഞാനസ്ഥാനം ആവശ്യപ്പെടുന്നു. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ പറയവേ, ജ്ഞാനസ്ഥാനമല്ല ആവശ്യപ്പെടുന്നത്, സഭയോട് എന്നെ വിശുദ്ധനാക്കാൻ ആവശ്യപ്പെടുകയാണെന്ന്. ഞാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ നീ സഭയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശുദ്ധയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു മാർഗമാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ വൈദികൻ ചോദിക്കണത് എന്താണ്? അപ്പം അതിൻ്റെ അകത്ത് വരുന്നത്, മുതിർന്നവരുടെ ജ്ഞാനസ്ഥാനത്തെ വൈദികൻ ചോദിക്കുന്നത് സഭയോട് നിങ്ങൾ എന്താവശ്യപ്പെടുന്നു? അപ്പം അവരോട് പറയും, സഭയോട് വിശ്വാസം ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്ന ഉത്തരം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസമാണ്. എന്താണ്? പത്രോസ് കട്ടൻ ചായക്ക് കാരണമില്ലാഞ്ഞ കാലത്ത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടുമ്പോൾ പറയണൊരു വിശ്വാസം, വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കൈ നീട്ടും. അപ്പോൾ പത്രോസ് പറയും, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണത്. എനിക്കുള്ളത് ഞാൻ തരുന്നു, നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം സഭയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണത്? അത് പൊന്നും വെള്ളിയും ഭൗതിക സാഹചര്യങ്ങളാൽ അലങ്കൃതമല്ല. അത് വിശ്വാസത്തിൻ്റെ അലങ്കാരങ്ങളെന്ന് പറയും. അത് നമുക്ക് വേറൊരു ദിവസം കാണാം. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യണത്? വിശ്വാസം, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ മകളുടെ കാര്യം നിൻ്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എന്നോട് പറയും, മകൾ വളർന്നു വരെയാണ്, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കാണിക്കും. മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ആരുടെ ഉത്തരവാദിത്വമാണ്? അവിടെ ചോദിക്കേ, എന്നോടില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. പ്രൈസ്. ഞാൻ എവിടെയും നോക്കുകയില്ല. ഇവിടെ കൊണ്ടുവരും, ഓക്കെ പറയും, നമ്മൾ കല്യാണം നടത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത് ആ ഡേറ്റ് മാതാവ് നടത്തും. അത്രേ ഉള്ളൂ. അത് ഉറപ്പ്. ഡേറ്റ് ഞാൻ പറയും, നടത്തുന്ന മാതാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ആശ്രയിച്ച് നിൽക്കേണ്ടത് ദൈവത്തിൽ. ഹല്ലേലൂയ. ഇല്ലാതെ കരച്ചൽ, പറക്കം പാച്ചലെന്ന് പറഞ്ഞത് മനസ്സിൻ്റെ പറക്കം പാച്ചലാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ ചെയ്യാവോ, അങ്ങനെ ചെയ്യാവോ, ശാന്തതയില്ല, ജീവിതത്തിൽ സമാധാനമില്ല, ശാന്തതയില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. സമാധാനം എല്ലാം എൻ്റെ ദൈവം നോക്കിക്കോളും.
ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ്. എൻ്റെ ജീവിതത്തെയും ഞാൻ ആശ്രയിച്ച് മാത്രം ഒന്നാമത് സമയം കൊടുക്കുക. കൃപയിൽ ഞാൻ വളർന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കും. ഇത് പലവരും പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ കാര്യം കൃപയുടെ കുറവ് കൊണ്ടാണ്, സങ്കടമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും. ഭർത്താവായിട്ട് വഴക്കിട്ട കാര്യം ഓർക്കും, ആ കാര്യം ഈ കാര്യം അതെല്ലാം ഓർക്കും. ശാന്തത, മനസ്സ് ശാന്തതയോടെ എല്ലാ വിഷമങ്ങളും എടുത്ത് കളയുക. ശാന്തത, പറക്കം പാച്ചൽ വേണ്ട. പറക്കം പാച്ചലാവും അവിടെ. ആദ്യം ഓർക്കുന്ന ഇത്, അടുത്ത അരമണിക്കൂർ വേറെ കാര്യം, പിന്നെ വേറെ കാര്യം, പിന്നെ വേറെ കാര്യം. ദൈവത്തെ ഓർക്കാൻ സമയമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓടിച്ച് ഒന്ന് ജപമാല ചൊല്ലി ഇന്നത്തെ കടമ തീർന്ന്. പ്രൈസ് ദി ലോർഡ്. അതില്ല. ബൈബിൾ അരമണിക്കൂർ വായിച്ച് ഇന്നത്തെ കടമ തീർന്ന്, അതില്ല. അത് ആസ്വദിച്ച് അത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, അത് സമയമെടുത്ത് നല്ല രീതിയിൽ അത് വായിച്ച് ഈശോയാണ് ഞാൻ തൊട്ടുകൊണ്ടിരിക്കണം. ഓരോ വചനത്തെ തൊടുമ്പോഴും ആ ചൂട് നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞാൽ ആ ബൈബിൾ കൊണ്ടുവന്നിട്ട് ചെവിയിൽ വയ്ക്കുമ്പോൾ ആ കാറ്റ്, ദൈവം സംസാരിക്കണം, ആ കാറ്റ് കേൾക്കണം. ദൈവമേ നീയല്ലേ വചനം, നീയല്ലേ സംസാരിക്കണേ, എനിക്ക് സ്വരം കേൾപ്പിച്ചതാന്ന് പറയണം. ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ മാതാവിൻ്റെ കണ്ണിൽ ഗ്രോട്ടോയിൽ പോയിട്ട് ഇങ്ങനെ കണ്ണ് ഷെയ്ക്കേണ്ട, അമ്മ എന്നെ കാണണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദാഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷം വിട്ടുകളയരുത്, പ്രത്യാശ വിട്ടുകളയരുത്. പേടി വന്നു കഴിഞ്ഞാൽ വിശ്വാസം കുറഞ്ഞെന്നാണ് അർത്ഥം. വിശ്വാസം കുറയുമ്പോഴാണ് മനസ്സിൽ പേടി വരുന്നത്. അപ്പം തന്നെ കണ്ണും പൂട്ടി ഈശോയുടെ വാഗ്ദാനത്തെ ഓർക്കണം. ഞാൻ നിന്നെ വിട്ടു പോകില്ല, നിൻ്റെ കൂടെ ഉണ്ട്. അത് വിശ്വസിക്കണം അങ്ങോട്ട്. പിന്നെ പിശാച് നമ്മളെ മനസ്സിൽ കൊടുക്കുന്നത്, ഞാൻ പാപിയാണ്, എൻ്റെ അടുത്ത് ദൈവം വരില്ല, ഞാൻ അകന്നിരിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥന ഒന്നും പോരാ. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, എന്നോട് കരുണയായിരിക്കണേ. കരുണയുടെ യോഗ്യത എന്താണെന്ന, നമുക്ക് യോഗ്യത ഇല്ലായ്മയാണ് കരുണ ലഭിക്കാനുള്ള യോഗ്യത. ഞാൻ പാപിയാണ്, നിൻ്റെ മുമ്പിലിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ കരുണ മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള യോഗ്യത. ദൈവമേ എന്നോട് കരുണയായിരിക്കണേ. ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് ചോദിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ചോദിക്കണം. നമുക്ക് പറ്റുന്ന തെറ്റ് ദൈവം ആഗ്രഹിക്കാത്തത് ചോദിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താ തരാൻ ആഗ്രഹിക്കുന്നു അത് ചോദിക്കണം. ശിഷ്യന്മാർ ദൈവത്തോട് ചോദിച്ചത് വേറൊന്നും ചോദിച്ചില്ല, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പിന്നെ ചോദിച്ചത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് 2 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണതയിൽ ജീവിക്കാം. ഒന്ന്, വചനം നമ്മളെ ഹൃദയത്തിലുണ്ടാകണം. രണ്ടാമത്, പ്രാർത്ഥിക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. അത് ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെല്ലാം വാഗുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, മനസ്സുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് മനസ്സും ശരീരം, നാവും
ലിരുന്ന് അത് ആത്മാവിലേക്ക് മാറണം. ദൈവം ആത്മാവാണ്. അപ്പം ആത്മാവിലാണ് ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇതിൽ ആദ്യം മത്തായി 5:8 നമുക്ക് ധ്യാനിക്കാം. ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണും. ഉടമ്പടി ദൈവത്തെ കാണുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കും. ഉടമ്പടി ജീവിതം നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അതൊരു കുടുംബ ബന്ധമാണ്. നമ്മളൊരു കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട് ദൈവം നമ്മളെ കൂടെ ജീവിക്കും. കുടുംബനാഥനായിട്ട് ജീവിക്കും. അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ ദൈവ സാന്നിധ്യം, അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്നത്, ദൈവ സാന്നിധ്യം നമുക്കൊരു വാഗ്ദാനമാണ്. അപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ എന്താ ഗുണം? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പോൾ ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്, എന്തിനാണ് ഞാൻ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നത്? സങ്കീർത്തനം 16:11 പറയുന്നത്, നിൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണതയിലുള്ള ആനന്ദമുണ്ട്, നിൻ്റെ വലത് കരത്തിൽ നിത്യമായ സന്തോഷമുണ്ട്. ഈസ് ദി ലോർഡ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ എപ്പോഴും നിത്യമായി സന്തോഷത്തിൽ ജീവിക്കാനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. 1 തെസ്സലോനിയ 5:16 പറയുന്നതും എപ്പോഴും സന്തോഷമായിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എപ്പോഴും സന്തോഷമായിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. സങ്കീർത്തനം 16:11 അതാ പറയണത്, നിൻ്റെ സാന്നിധ്യത്തിൽ നിത്യ ആനന്ദമുണ്ട്, പൂർണ്ണതയിലുള്ള ആനന്ദമുണ്ട്. അതായിരിക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല. ഏത് സാഹചര്യത്തിലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആനന്ദമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ. അമ്മയുടെ മരണം ഞാൻ വിചാരിച്ചിരുന്ന അമ്മ മരിക്കുമ്പോൾ ഞാനും മരിക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന. അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. പക്ഷേ അത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നമ്മൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തി നീ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഹബക്കുക്ക് 1:5 പറയുന്നത്, എൻ്റെ അമ്മയുടെ മരണം ദൈവം അമ്മ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമായിട്ട് മാറ്റി. ഹൃദയത്തിൽ കരയാൻ സാധിച്ചില്ല, മരിച്ചു കിടക്കണ അമ്മയെക്കുറിച്ച് ഓർക്കാൻ പോലും സാധിച്ചില്ല. ഇങ്ങനെ ആഹ്ലാദമാണ്. ഇതൊക്കെ അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. പലവർക്കും അനുഭവം ഉണ്ടാകാം. പല സമയത്തും ഒരു കാരണമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആഹ്ലാദം വരും. അത് ദൈവ സാന്നിധ്യമാണ്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഇതാണ്, നിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. അപ്പം അതിന് മത്തായി 5:8 ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹൃദയ ശുദ്ധിയായിരിക്കണം. അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാം. നമുക്ക് ഈശോനെ കാണാൻ ആഗ്രഹമുള്ളവർ എത്ര പേർ? അത് ബോധ്യമില്ലായ്മയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈപൊക്കാവോ? പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഈശോനെ കാണാത്തവരൊന്ന് കൈപൊക്കാവും. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ല. വേറെ കണ്ടിട്ടുണ്ടോ? എവിടെ? വിശുദ്ധ കുർബാന. ഞാൻ ഇന്നലെ ഈ ഞായറാഴ്ച എൻ്റെ ധ്യാനത്തിന് കോയമ്പത്തൂർ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഞാൻ ചോദിച്ച്, ആർക്കൊക്കെ ഈശോനെ കാണാൻ ആഗ്രഹമുണ്ട്? ഈശോനെ ഇതുവരെ കാണാത്തവരാരാണെന്ന് വെച്ചാൽ എല്ലാം കൈപൊക്കി. കുറേ പേര് കൈപൊക്കി. ബോധ്യമാണ്.
പിന്നെ എന്തിനാ കാണാൻ ആഗ്രഹമുള്ളവർ കൈവെക്കാമെന്ന് പറഞ്ഞപ്പോൾ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈശ്വര, ഇതിപ്പോൾ കുറച്ചേറെ മുമ്പേ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മളെ വിശ്വാസം എവിടെയുള്ളത്? മനസ്സിലും ശരീരത്തിലുള്ള ആത്മാവിലില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചത്.